ദുഃഖദുരിതങ്ങളിൽ വലയുന്ന വിശ്വാസിയോട് നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെടോ നിൻ്റെ ദൈവം? ബൈബിളിൽ സങ്കീർത്തനം 42:3-ലും 10-ലും ഇതിലേക്ക് വെളിച്ചം വീശുന്ന വായനകളുണ്ട്. അതിന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന പോലെ സങ്കീർത്തനം 115 വാക്യം 2-3 നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്, അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. ദൈവത്തിൽ ശരണം വയ്ക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രതികരണമാണിത്. അദൃശ്യനായ ദൈവം തൻ്റെ പദ്ധതിക്കനുസരിച്ച് എല്ലാം ചെയ്യും. അതിൽ ദുഃഖമുണ്ടാകാം, സുഖമുണ്ടാകാം, മനുഷ്യന് ജയമോ പരാജയമോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം. ആത്യന്തികമായിട്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. മനുഷ്യബുദ്ധിക്ക് അതീതമാണത്. സത്യം ഇതല്ലേ? മനുഷ്യന് ദൈവത്തെ അളക്കുവാൻ സാധിക്കുമോ? മനുഷ്യബുദ്ധി പരിമിതമല്ലേ? ദൈവം അപരിമേയനല്ലേ? സ്ഥലകാലങ്ങൾക്കതീതനല്ലേ ദൈവം? ആ ദൈവത്തിന് വസിക്കാൻ ഇടം വേണോ? ഇടം കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവം അശരീരിയാണ്. സർവജ്ഞനും സർവവ്യാപിയും സർവാധിപനുമായ ദൈവം ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും നിയന്താവുമാണ്. ദൈവമാണെല്ലാം പരിപാലിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമല്ലേ? ദൈവത്തെക്കുറിച്ച് യാതൊരു ഗന്ധവുമില്ലാത്തവരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നത് അനുസരിച്ച് മാത്രമേ മനുഷ്യനും ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ ഈ വെളിപ്പെടുത്തലാണ് ദൈവവചനം, വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ ദൈവം മനുഷ്യനോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ദൈവവചനം എന്ന് പറയുന്നത്. എളിമയോടുകൂടെ ദൈവത്തെ സമീപിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു.